ഇവിടെ വളരെയധികം ശക്തമാർന്ന കടലാക്രമണം സംഭവിച്ചിട്ടുണ്ട്. ആ കാണുന്ന അമ്പലമാണ്. ഈ അമ്പലത്തിൻ്റെ ഒരു ഭാഗം ഇനി പുറത്തോട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസത്തെ കടലാക്രമണത്തിൽ നശിച്ചു പോയതാണ്. ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ലെമൂർ ബീച്ചിലെ വിശേഷങ്ങളായാലോ? ഗായ്സ്, ഇത് നമ്മുടെ ജൂൺ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ ഞാൻ ലെമൂർ ബീച്ചിൽ പോയപ്പോഴുള്ള വിശേഷങ്ങളാണ്. അന്ന് കടലാക്രമണം കാരണം ലെമൂർ ബീച്ചിൽ പ്രോപ്പർ ലെമൂർ ബീച്ചിൽ നമുക്ക് എൻട്രി ഇല്ലായിരുന്നു. അന്ന് എടുത്ത വീഡിയോസാണിത്. ആക്ച്വലി യഥാർത്ഥ ലെമൂർ ബീച്ച് ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ്. കടലാക്രമണത്തെ തുടർന്ന് 2-3 മരണങ്ങൾ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ലെമൂർ ബീച്ച് ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു ഇടവഴിയിൽ ഇവിടെ ഉള്ളൊരു ചേട്ടൻ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു തന്നതാണ് ഈ സ്ഥലം. ഇവിടെ വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരും വരുന്നില്ല, ആർക്കും അറിഞ്ഞുകൂടാ ഇങ്ങനൊരു പ്ലേസ്. അപ്പോൾ ഇവിടെ ഈ നാട്ടിൽ താമസമുള്ള ഒരു ചേട്ടനെ പോയി കണ്ടപ്പോൾ പുള്ളിക്കാരനാണ് എന്നെ ഇവിടെ ഈ ബീച്ചിലോട്ട് കൊണ്ടുവന്നത്. നമുക്ക് ഈ ബീച്ച് പരിചയപ്പെടുത്തി തന്ന ചേട്ടൻ ഇതാണ്. എനിക്ക് എന്തായാലും ലെമൂർ ബീച്ച് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചേട്ടൻ എന്നെ കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഇവിടുത്തെ ലോക്കൽ ആളായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം ലെമൂർ ബീച്ച് കാണാൻ പറ്റുമില്ല എന്നുള്ളത്. ഒന്നുമില്ലെങ്കിലും ഇത്രയും ദൂരം തന്നെ ഇവിടെ വന്നതല്ലേ, പുള്ളിക്കാരെന്തായാലും ഇനി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലെമൂർ ബീച്ച് കാണാൻ ഭയങ്കര ആഗ്രഹത്തോടെയാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് ക്രോസ് ചെയ്തേക്കുന്നുണ്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ വീണ്ടും തിരിച്ച് വന്ന് ഒന്ന് കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് പറഞ്ഞാൽ ഭയങ്കര താങ്ക്സ് ആ ചേട്ടനോട്. ആ ചേട്ടനെ കണ്ടില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് എന്തായാലും ഇത് കാണാൻ പറ്റൂലായിരുന്നു. ആ ചേട്ടൻ ഉള്ളതുകൊണ്ട് എനിക്കിന്ന് കാണാൻ പറ്റി. താങ്ക്സ് ഉണ്ട് ആ ചേട്ടന്. അവസാനം നമ്മളിതാ ലെമൂർ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ലെമൂർ ബീച്ച് കണ്ടോ ഗൈസ്, ഇതാണ് ഞാൻ കുറേ സമയത്ത് കാണാൻ ആഗ്രഹിച്ച സ്ഥലം. നമ്മളെ ചേട്ടന്മാർക്ക് ഒന്നുകൂടി നന്ദി പറഞ്ഞു. നമ്മൾ ആ ബീച്ചിൽ എത്തിയപ്പോൾ തന്നെ അവിടെ തീരദേശ പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, എല്ലാം നല്ലതുപോലെ കാണാൻ കഴിഞ്ഞു. എന്തായാലും നമ്മൾ അതിക്രമിച്ച് ലെമൂർ ബീച്ച് കയറിയെന്നും പറഞ്ഞ് നമ്മളെ പിടിക്കാൻ വന്ന 2 പോലീസുകാരാണ് ബാക്കിൽ നിന്ന് വരുന്നത്. പക്ഷേ ആ പോലീസുകാർ നമ്മുടെ അടുത്ത് എത്തിയപ്പോൾ നമ്മളെ കമ്പനിയായി. ഓക്കെ ഗൈസ്, കണ്ടാ ഗൈസ്, നമ്മളെ 2 ചേട്ടന്മാരും 2 പോലീസുകാരുമാണ്. നമ്മൾ ലെമൂർ ബീച്ച് കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത പുതിയ വിശേഷങ്ങളുമായി കാണാം. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നടക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടപ്പിക്കാൻ പറ്റി. അത് വളരെ എക്സൈറ്റഡ് ആണ്.